ഇന്നേ നമുക്കൊരു അടാർ ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട. ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയൊക്കെ മാറ്റി ക്ലീൻ ആക്കി നല്ല വൃത്തിയായി കഴുകി എടുത്തതാണ്. ചെമ്മീൻ എടുക്കുമ്പോൾ എപ്പോഴും കടൽ ചെമ്മീൻ എടുക്കുക കേട്ടോ, നല്ലത്. കൂടുതൽ ടേസ്റ്റ് അതാണ്. പിന്നെ ചെറിയ ചെമ്മീനില്ലേ, അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എനിക്ക് പക്ഷേ ഇപ്പൊ കിട്ടിയത് വലുതാണ്. കായൽ ചെമ്മീൻ കറി വെച്ചാൽ അത്ര രുചി ഉണ്ടാവില്ല. അത് ഫ്രൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് തീ ഓണാക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ല ഒരു മൂത്ത മണം വരണം, കരിഞ്ഞു പോകരുതേ. ഇപ്പോൾ കളറൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കി ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കേണ്ട, പാത്രത്തിൻ്റെ ചൂട് വീണ്ടും കരിഞ്ഞു പോകും. നമുക്കതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ശകലം വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം നീളത്തിൽ അരിഞ്ഞതാണ്. 2-3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. 2-3 ചെറിയ കഷ്ണം കുടംപുളിയാണ്, നമുക്ക് വെള്ളത്തിലിട്ട് മാറ്റി വെക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടിയോളം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഈ ചെമ്മീൻ കറിയിൽ നല്ലൊരു കോമ്പിനേഷൻ, ഭയങ്കര ടേസ്റ്റാണ് ആ തേങ്ങാക്കൊത്തും ചെമ്മീനും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. മുരിഞ്ഞൊന്നും പോകണ്ട, അത് മതി. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മുളകിൻ്റെ പേസ്റ്റില്ലേ, അതിലേക്ക് നിറച്ചും വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി എല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുടംപുളി കുതിർത്ത് വെച്ചില്ലേ, അത് വെള്ളത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചെമ്മീൻ വെള്ളത്തിൽ നിന്ന് വെറുക്കി അങ്ങ് ഇട്ട് കൊടുക്കാം. ചെമ്മീനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കേണ്ട പാകത്തിന് വെള്ളം ഉണ്ടായാൽ മതി. പക്ഷെ ആ ചെമ്മീനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങും, അതും കണക്കാക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് വെക്കണ്ട. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിന് കൂടെ ഒരു ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇരുന്നാൽ ചിലപ്പം കരിഞ്ഞു പോകും. ഇത് മതി, നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇവിടെ തന്നെ ഇരുന്നാൽ കരിഞ്ഞു പോകുന്ന സംശയം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കണേ. നമുക്കത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരക്കണേ. ആ ചെമ്മീനിലെ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ചെമ്മീൻ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കലക്കി അങ്ങ് ഒഴിക്കുന്നുണ്ട്. നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. പക്ഷെ വിളയാത്ത തേങ്ങയാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ അരഞ്ഞ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അടിച്ച് ഒന്ന് കുറച്ച് തട്ടിയിട്ട് വീണ്ടും അടിച്ച് ഒന്നുകൂടെ തട്ടിയിട്ട് അങ്ങനെ തട്ടിയിട്ട് അടിച്ചെടുത്താൽ ഇത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും. തേങ്ങയ്ക്ക് നല്ല വില ആയതുകൊണ്ട് തന്നെ നല്ല വിളവില്ലാത്ത തേങ്ങയാണ് ഇപ്പോൾ കിട്ടുന്നത്. പുറമേയൊക്കെ നല്ല ബ്രൗൺ കളറാക്കി വെച്ചിട്ടുള്ളൊരു തേങ്ങ. പക്ഷെ എന്നാലും ഞാൻ തട്ടിയിട്ട് അങ്ങ് അരച്ചെടുത്തു കേട്ടോ. നല്ല അതിൽ നിന്നുള്ള എണ്ണ തന്നെ ഞാൻ ഊറ്റിയെടുത്തു. നമ്മൾ ഉപ്പൊക്കെ നോക്കി, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്താ വാസന കിട്ടുന്നില്ലേ, നല്ല വാസനയാണ്. ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. തേങ്ങ അരച്ചതിട്ടതിന് ശേഷം ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട. തീ കുറച്ച് വെച്ച് എണ്ണയൊക്കെ അത് സൈഡിൽ നിന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിറച്ച് കറിവേപ്പില ഇട്ടിട്ട് അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് വരും. നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ കറിയാണ്. ബാക്കി വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. ചെമ്മീൻ കറിയുടെ മണത്തിൻ്റെ ടേസ്റ്റിലും ചോറും കൂട്ടിയൊക്കെ കഴിച്ചു. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചെമ്മീൻ കിട്ടുന്ന സമയത്ത്. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.